നമസ്കാരം. ഈ വീഡിയോയിൽ പറയുന്നത് ഒരു ഫ്ലാറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം. ധാരാളം പേര് ഫ്ലാറ്റ് വാങ്ങി ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയിട്ട് എന്നെ സമീപിക്കുന്നുണ്ട്. എൻ്റെ പേര് ബി രാധാകൃഷ്ണൻ കരമന. ഞാൻ ക്രിമിനൽ ലോയർ ബൈ പ്രൊഫഷൻ. അപ്പോൾ ഫ്ലാറ്റ് വാങ്ങിയിട്ട് ചെന്ന് പ്രശ്നങ്ങളിൽ ചാടുന്നതിന് മുമ്പായിട്ട് ഫ്ലാറ്റ് വാങ്ങുന്നതിന് മുമ്പ് തന്നെ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കി അതിനനുസരിച്ച് പ്രൊസീഡ് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പം ഞാനിവിടെ ഈ വീഡിയോയിൽ പറയാം എന്താണ്. ഇപ്പം സാധാരണ ഇൻഡിപെൻഡൻറ്റ് ഹൗസ് വാങ്ങുന്നതിനേക്കാൾ ഏറെ ആളുകൾക്ക് താല്പര്യം ഫ്ലാറ്റ് വാങ്ങുന്നതാണ്. പല റീസൺസ് അതിലുണ്ട്. അതൊന്നും അല്ല ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഫ്ലാറ്റ് ഒരാൾ വാങ്ങാൻ പോകും, പ്രത്യേകിച്ച് വിദേശത്തുള്ളവർ. ഇപ്പോൾ അമേരിക്കയിൽ നിന്നൊക്കെ വരുന്നവർ അവർ പരസ്യം കണ്ടുകൊണ്ട് വലിയ വലിയ ബിൽഡേഴ്സിൻ്റെ പരസ്യം അവിടെയുണ്ട്. ഇവിടത്തെക്കാൾ ഏറെ പരസ്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഇപ്പം ഷിക്കാഗോയിൽ തന്നെ മലയാള പത്രങ്ങളിലൊക്കെ വലിയ വലിയ പരസ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ പരസ്യങ്ങൾ മാത്രം കണ്ടുകൊണ്ട് അഡ്വാൻസ് കൊടുക്കുന്ന NRIs ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ ചതിവുകൾ പറ്റുന്നത്. ഒരു ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഒരു ഫ്ലാറ്റ് വാങ്ങുമ്പോൾ നിസ്സാരം ഇത്രയും കാര്യങ്ങൾ, ഒരു 12ഓളം പോയിന്റ്സ് ഞാൻ പറയാം. ഇത്രയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് ഒരു 99% പ്രോബ്ലത്തിൽ നിന്നും എസ്കേപ്പ് ആകാൻ സാധിക്കും. കാരണം when you are going to purchase a flat, you will be negotiating with the builder. Am I right or not? So when you are asking all these questions to the builder or his manager, general manager, whoever it may be, ഇത് ചോദിക്കുമ്പോൾ തന്നെ അവർക്കറിയാം ഈ പുള്ളിക്ക് അല്പ കാര്യവിവരമുണ്ട് എന്ന് മനസ്സിലായാൽ പരമാവധി നിങ്ങളെ ചീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ. എല്ലാവരും അല്ല കേട്ടോ, ഞാനീ പറയുന്നത് എല്ലാ ബിൽഡേഴ്സും അങ്ങനെയാണെന്നല്ല. ചില ബിൽഡേഴ്സ് അങ്ങനെയാണ്. അങ്ങനെയുള്ളവരുടെ കേസുകൾ എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. കേൾക്കുമ്പോൾ വലിയ വിഷമം തോന്നും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഇത് പറ്റിക്കപ്പെടുന്ന വ്യക്തികൾ ആരെന്നറിയാമോ? നിയമം പഠിച്ചിട്ടുള്ളവർ തന്നെയാണ് കൂടുതലും. ഇപ്പോൾ എറണാകുളത്ത് ഒരു ഫ്ലാറ്റ്, മരട് ഫ്ലാറ്റ് വാങ്ങിച്ച് ഇടിച്ചു പൊളിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു. അതിനകത്ത് അഡ്വക്കേറ്റ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. വലിയ വലിയ നോട്ടബിൾ VIP പേഴ്സൺസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ പറയുന്നത്, നിങ്ങൾ ഫ്ലാറ്റ് വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, ഒരു ബിൽഡർ ഇപ്പോൾ പഴയതുപോലെയല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബിൽഡർ ഫ്ലാറ്റ് കൺസ്ട്രക്ഷൻ ചെയ്ത് പൊതുജനങ്ങൾക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ അവർ റെറ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതായത് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി. അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കണം. കാരണം അവർ ഓരോ നോംസ് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചായിരിക്കണം ഈ ബിൽഡേഴ്സ്. അത് പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതെന്താണെന്ന് വെച്ചാൽ അവരുടെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അക്കോർഡിംഗ് ടു ദീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദി ബിൽഡർ ഈസ് സപ്പോസ് ടു ബിൽഡ് ദ ബിൽഡിംഗ് ഫ്ലാറ്റ്. ഓക്കെ, അതിലിപ്പോൾ ആദ്യം റെറ ഉണ്ടാകാൻ നോക്കുക. പിന്നെ ഒന്ന്, ലാൻഡിൻ്റെ ക്ലിയർ ടൈറ്റിൽ വേണം. അതായത് നിങ്ങൾ വാങ്ങാൻ പോകുന്നത് ഒരു ഫ്ലാറ്റാണ്. സാധാരണഗതിയിൽ ഒരാൾ സിറ്റിയിൽ എവിടെയോ ആയിക്കോട്ടെ ഒരു ഫ്ലാറ്റ് ബിൽഡറിൽ നിന്നും ഫ്ലാറ്റ് വാങ്ങാൻ പോകുമ്പോൾ അയാൾ തലകുനിച്ച് നേരെ നടന്ന് അയാളുടെ ഫ്ലാറ്റ് എവിടെ, ഇപ്പോൾ 9th ഫ്ലോറിൽ ആണെന്ന് വിചാരിക്കുക. അതുവരെ വേറെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. നേരെ അയാൾ പോകുന്ന ഫ്ലാറ്റിൽ പോകുന്നു, ആ ഫ്ലാറ്റിൻ്റെ അകത്തുള്ള സൗകര്യങ്ങളൊക്കെ നോക്കുന്നു, അതുകൊണ്ട് തൃപ്തിപ്പെടുന്നു, നേരെ തിരിച്ചു വരുന്നു. അദ്ദേഹം വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അതിൻ്റെ കാർപ്പറ്റ് ഏരിയ, അതിന് സ്ക്വയർ ഫീറ്റ് റേറ്റ്, അതിന് ബാത്റൂമിൽ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ മൊത്തത്തിലുള്ള ബിൽഡിങ്ങിനെ കുറിച്ച് അയാൾ അന്വേഷിക്കുന്നേ ഇല്ല. ഇവിടെ ഇപ്പോൾ ഒരു 50 സെൻറ്റിലുള്ള ഒരു ഫ്ലാറ്റ് ബിൽഡിംഗ് നമ്മൾ നോക്കാം. 50 സെൻറ്റ്, അതിനകത്ത് 25 ഫ്ലാറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണ്. 25 ഫ്ലാറ്റ് എത്ര സെൻറ്റിൽ? 1/2 ഏക്കർ, 50 സെൻറ്റ് സ്ഥലത്ത് ഒരു ഫ്ലാറ്റ് നിൽക്കുന്നു. അതിനകത്ത് 25 ഫ്ലാറ്റ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഈ 25 ഫ്ലാറ്റിൽ നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങാൻ പോകുമ്പോൾ ആ ഫ്ലാറ്റ് മാത്രമല്ല ഈ ആൾക്ക് വാങ്ങാൻ പറ്റുന്നത്. ആ 50 സെൻറ്റിൽ ഡിവൈഡഡ് ബൈ 25 അല്ലേ? അപ്പം ആ 50 സെൻറ്റ് സ്ഥലത്തിലുള്ള 25 അവകാശികളിൽ ഒരാളായി ഈ കസ്റ്റമർ മാറുകയാണ്. ഫ്ലാറ്റ് വാങ്ങാൻ പോകുന്ന ആൾ മാറുകയാണ് അല്ലേ? അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ ഫ്ലാറ്റ് മാത്രം നോക്കിയാൽ പോരാ, അതിനകത്തുള്ള സൗകര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ. കുടുംബസമേതമാണ് ഫ്ലാറ്റ് നോക്കാൻ പോകുന്നത്, നല്ല കാര്യം. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എന്താണ്? ഫ്ലാറ്റ് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ സൗകര്യങ്ങൾ മാത്രമല്ല നോക്കേണ്ടത്. നമ്മൾ വാങ്ങുന്ന ആ ഫ്ലാറ്റ് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ക്ലിയർ ടൈറ്റിൽ വേണം. ക്ലിയർ ടൈറ്റിൽ, അതായത് ഈ സ്ഥലം വല്ല കേസിൽ പെടുകയോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ വേറെ എടുത്തിട്ടുണ്ടോ,
വേറെ എന്തെങ്കിലും ഇഞ്ചക്ഷൻ ഉണ്ട്, ഇതൊക്കെ നോക്കുക. അതിന് ടൈറ്റ് ക്ലിയർ ആണെന്ന് മാത്രം നോക്കുക. അത് ഏതെങ്കിലും നല്ലൊരു അഡ്വക്കേറ്റിനെ നിങ്ങൾ തന്നെ നോക്കുക, അല്ലെങ്കിൽ വല്ല നിയമം അറിയാവുന്ന ആരെങ്കിലും നോക്കിയാൽ അവർ പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്ലാറ്റ് വാങ്ങുമ്പോൾ ഫ്ലാറ്റിൻ്റെ ഏരിയ മാത്രമല്ലേ ആളുകൾ നോക്കുന്നത്, ഫ്ലാറ്റിനകത്തുള്ള സ്ക്വയർ ഫീറ്റ് അതല്ല. കോമൺ ഏരിയ എന്ന് പറഞ്ഞുകൊണ്ട് ഏർപ്പാട്. എന്താണ് കോമൺ ഏരിയ? അതായത് നമ്മൾ 25 ഫ്ലാറ്റ് ഓണേഴ്സ് 50 സെൻറ്റ് സ്ഥലത്തുള്ള ഫ്ലാറ്റിലുണ്ടെങ്കിൽ ഈ എല്ലാവർക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന കോമൺ ഏരിയ ഉണ്ട്. അത് ചിൽഡ്രൻസ് പാർക്ക്, ജിംനേഷ്യം, ക്ലബ്ബുകളൊക്കെ കാണും, ബാഡ്മിൻ്റൺ കോർട്ട്, സ്വിമ്മിംഗ് പൂള്, ഇതെല്ലാം കോമൺ ഏരിയയാണ്. അതിനകത്തല്ല നമ്മളത് നോക്കണം, അതെല്ലാം കോമൺ ഏരിയ എത്രമാത്രം ഉണ്ട് എന്ന്. അതെല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടതാണ്. ഓരോ വ്യക്തിക്കും അവകാശപ്പെട്ടത് ആ ഫ്ലാറ്റ് ഇരിക്കുന്ന സ്ക്വയർ ഫീറ്റ് മാത്രമാണ്. പക്ഷേ കോമൺ ഏരിയയിൽ എല്ലാ ഫ്ലാറ്റുകാർക്കും ഈക്വൽ ആയിട്ടുള്ള അവകാശമുണ്ട്. പിന്നെ കാർ പാർക്കിംഗ് ഒരു വലിയ നിർബന്ധമാണ്. കാരണം ഒരു ഫ്ലാറ്റിൽ വരുന്നത് ചിലപ്പം ഇപ്പോൾ തന്നെ ഒരു ഫ്ലാറ്റിൽ ഒരു വീട്ടിൽ 3 കാറൊക്കെ ഉള്ള വീടുകൾ എനിക്കറിയാം. അപ്പോൾ ഫ്ലാറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റിൽ എത്ര കാർ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്? ചിലപ്പോൾ 2 ആയിരിക്കാം, ചിലപ്പോൾ 1 ആയിരിക്കാം. പിന്നെ അത് മാത്രമല്ല, ആകെയുള്ള സ്പേസിൽ ഏതാണ് പാർക്കിംഗ് സ്പേസിൽ ഈ വിസിറ്റേഴ്സ് വരും, നമ്മൾ കാണാനായിട്ടൊക്കെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അവരുടെ കാർ പാർക്കിങ്ങിന് ഒരു ഫെസിലിറ്റി വേണം. അപ്പം അതെങ്ങനെ കണ്ടെത്തും? ആകെയുള്ള സ്ഥലത്തിൻ്റെ ഇത് റെറയുടെ നിയമമാണ്. 15% സ്ഥലം അങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കണം. അതായത് വിസിറ്റേഴ്സിൻ്റെ കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കണം എന്നൊരു നിയമമുണ്ട്. അതുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കുക. ക്ലിയർ? അപ്പോൾ കാർ പാർക്കിങ്ങിനെ കുറിച്ച് സംശയം മാറി. നിങ്ങളുടെ കാർ പാർക്കിങ്ങും അവിടെ ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഇതെല്ലാം ആ ഡീഡിൽ ഉണ്ടാവണം. നിങ്ങൾക്ക് കാർ പാർക്കിംഗ് ഉണ്ടെങ്കിൽ അതെല്ലാം ഈ സെയിൽ ഡീഡിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. പിന്നെ 25 ഫ്ലാറ്റ് വിറ്റുപോയി എന്നൊന്ന് വിചാരിച്ചോളൂ. 50 സെൻറ്റ് സ്ഥലത്തിൽ ഏതാണ്ട് 25 ഫ്ലാറ്റ് വിറ്റുപോയി. അപ്പോൾ ആ ബിൽഡർ ശരിക്കും പറഞ്ഞാൽ ഈ ബിൽഡിങ്ങുമായിട്ടുള്ള കണക്ഷൻസ് ഇടുകയാണ്. അയാൾ അക്കൗണ്ടബിലിറ്റി ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എല്ലാം ആണെങ്കിൽ പോലും ഇദ്ദേഹം പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഈ ഫ്ലാറ്റിൻ്റെ മുകളിൽ ഒരു മൊബൈൽ ടവർ വയ്ക്കുകയാണ്, ഈ ഫ്ലാറ്റ് ഓണേഴ്സിൻ്റെ ഒന്നും ചോദിക്കാതെ. അതിൻ്റെ റവന്യൂ അയാൾക്കായിരിക്കും കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് പാടില്ല. അതൊക്കെ ചോദ്യം ചെയ്യണം. അത് ഫ്ലാറ്റിൽ താമസക്കാർ പിന്നെ അവർ ഡോർ തുറന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ തല കുനിച്ചിട്ട് നടത്തുകയാണ്. അപ്പുറം ഇപ്പുറം നോക്കത്ത് പോലുമില്ല, അന്വേഷിക്കുക. കാരണം ഫ്ലാറ്റിൻ്റെ അസോസിയേഷൻ നിയമമുണ്ട്. അതിനകത്ത് കോമൺ ഏരിയയിൽ ശബ്ദം വയ്ക്കാൻ, ഉറച്ചത്തിൽ സംസാരിക്കാൻ പോലും പാടില്ല എന്ന് അങ്ങനെ ഒരു നിയമം അസോസിയേഷൻകാരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ നടക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓണേഴ്സും അത് എന്താണെന്ന് ചോദിക്കാതെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, എനിക്കറിയാം. അങ്ങനെ ഞാൻ ചെന്നൊരു ഫ്ലാറ്റിൻ്റെ ബിൽഡറിനോട് ചോദിച്ചു, അതിൻ്റെ മുകളിൽ എന്താണ്, നിങ്ങൾ ആരെങ്കിലും ഒപ്പിട്ട് തന്നിട്ടുണ്ടോ? ഇപ്പം നിങ്ങൾ എല്ലാ പിന്നെ ഫ്ലാറ്റ് ഓണേഴ്സും കൂടെ സിഗ്നേച്ചർ ചെയ്ത് കൺസെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് റവന്യൂ ഈ അസോസിയേഷന് തന്നെ വരണം. കാരണം അതിന് പല എക്സ്പെൻസസിൽ മീറ്റ് ചെയ്യാൻ അത് വരിക. അങ്ങനെയാണെങ്കിൽ ഓക്കെ, without getting the permissions of the flat owners, the builder is not supposed to invite other mobile tower owners to construct a mobile tower over the building. Okay. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ്, അതായത് ഒരു ഫ്ലാറ്റിൽ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അത് നിർബന്ധമാണ്. പിന്നെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഫയർഫോഴ്സിൻ്റെ ചില നിയമങ്ങളുണ്ട്, അതെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കും. ഇത് കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഈ ഫയർ ഫൈറ്റിങ്ങിൻ്റെ പൈപ്പുകൾ ഇതെല്ലാം കറക്റ്റായിരിക്കും. എന്നിട്ട് NOC കിട്ടും. അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ വന്ന് നോക്കുമ്പോൾ എല്ലാം കറക്റ്റായിരിക്കും. അതോരെന്ത് ചെയ്യും? NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞ് ഈ ബിൽഡർ തന്നെ വേറൊരു സ്ഥലത്ത് അത് ആ ഏരിയയിൽ തന്നെ എവിടെയെങ്കിലും സ്വല്പം അഡ്ജന്റ് ആയിട്ടുള്ള തൊട്ടടുത്തൊരു പ്ലോട്ടിൽ അയാൾ ബിൽഡിംഗ് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സാധനങ്ങളൊക്കെ അഴിച്ചെടുത്ത് അവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത്, കാരണം ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളത് മേൽനോട്ടം വേണം. നിങ്ങളുടെ സ്വന്തം വീട്ടിനകത്ത് ആ ഫ്ലാറ്റിനകത്തുള്ളത് മാത്രം നോക്കിയാൽ പോരാ. എപ്പോഴും സറൗണ്ടിങ്സ് ഈ 25 പേരും അല്ലെങ്കിൽ അവരെ റെപ്രസെൻറ്റേറ്റീവ്സ് ആരെങ്കിലും ഒരു ഐ വാച്ച് ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലാറ്റ് വാങ്ങുമ്പോഴത്തേക്ക് എഗ്രിമെൻറ്റ് വരും. അപ്പോൾ ഈ ഫ്ലാറ്റിൻ്റെ സ്ട്രക്ചർ മാത്രമാണ് കെട്ടിക്കൊടുക്കുന്നത്, അകത്ത് ഇൻറ്റീരിയർ ഒന്നും അതിൽ വരില്ല. അപ്പോൾ ഇൻറ്റീരിയർ വരുമോ, ഇൻറ്റീരിയർ വരില്ലേ, ഇതെല്ലാം എഗ്രിമെൻറ്റിലുണ്ടായിരിക്കണം. ഇനി ഇൻറ്റീരിയർ വന്നു കഴിഞ്ഞപ്പോൾ സാനിറ്ററിയും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സും ഇലക്ട്രിക് വയറിംഗ് ഒക്കെ കോസ്റ്റ്ലി ഉണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ, കോസ്റ്റ്ലി ഉണ്ട്. അതുപോലെ ഡോറൊക്കെ വന്നിട്ട് തടിയിലുള്ള ഡോറാണോ പിന്നെ സ്റ്റീൽ ഡോറാണോ എന്നൊക്കെ അത് വ്യക്തമായിട്ട് ഇതിൽ എഴുതിയിരിക്കണം, കോൺട്രാക്റ്റിൽ എഴുതിയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ തർക്കത്തിന്
ഇടവയ്ക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിരിക്കണം. പിന്നെ ഇലക്ട്രിക് ഫിറ്റിങ്സ് വളരെ നിർബന്ധമാണ്. ഇലക്ട്രിക് ഫിറ്റിങ്സുകളൊക്കെ, കോസ്റ്റ്ലി ഇലക്ട്രിക് ഫിറ്റിങ്സുകളൊക്കെ ഇതൊക്കെ അടുത്ത നെക്സ്റ്റ് 50 to 60 ഇയേഴ്സ് ഇതൊക്കെ ഉണ്ടായിരിക്കേണ്ടതല്ലേ. അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക് ഫിറ്റിങ്സുകളൊക്കെ കുറിച്ച് പിന്നെ വലിയ വലിയ നോട്ടബിൾ കമ്പനികളുടെ, ഇന്ന കമ്പനി ഞാൻ പറയുന്നില്ല, നല്ല നല്ല റെപ്യൂട്ടഡ് കമ്പനിയുടെ സാധനമാണെങ്കിൽ ലാസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ നദീതടത്തിന് സമീപത്താണ് എല്ലാവരും വാങ്ങാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവർ നല്ല വ്യൂ കിട്ടും, സീ വ്യൂ അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയ വ്യൂ കിട്ടും. അത് വന്നിട്ട് കോസ്റ്റൽ ഏരിയ പ്രൊട്ടക്ഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതാ പിന്നെ നോക്കിയിട്ടുണ്ടോ, അത് അപ്രൂവൽ ഉണ്ടോ എന്ന് നോക്കണം. കാരണം ഈ നദീതട തീര സംരക്ഷണ നിയമം എന്നൊരു നിയമമുണ്ട്, കോസ്റ്റൽ ഏരിയ പ്രൊട്ടക്ഷൻ ആക്ട്. സോ വെൻ യു ആർ പർച്ചേസിങ് ദീസ് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ഫ്ലാറ്റ്, you are supposed to have a watch whether all these regulations are adopted or not. Okay, these are the things while you are purchasing. Take precautions while purchasing a flat. Otherwise, you better consult with an advocate. He will give you the sufficient and clear information, and which he will help you to purchase the land without any problem. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഇടുമ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. Thank you for watching my video.